ഭാരതത്തിന് വീണ്ടും താരിഫ് ഉയർത്തുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയുമായി ഭാരതം. ദേശീയ താൽപര്യവും സാമ്പത്തിക സുരക്ഷയും ഭാരതം സംരക്ഷിക്കും. യുക്രൈൻ സംഘർഷത്തിന് ശേഷവും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള തീരുമാനത്തെ അമേരിക്ക അന്ന് പ്രോത്സാഹിപ്പിച്ചു. പരമ്പരാഗത മാർഗങ്ങൾ അടഞ്ഞതിനാലാണ് ഭാരതത്തിന്റെ അന്നത്തെ തീരുമാനം. ആഗോള ഊർജ്ജ വിപണിയിൽ സ്ഥിരത നിലനിർത്താൻ ഭാരതത്തിന്റെ ശ്രമങ്ങൾ US പിന്തുണച്ചിരുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിട്ടുണ്ട്. ഐസൺ ജോസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഐസൺ, ഇപ്പോൾ ഭാരതത്തിന് വീണ്ടും താരിഫ് ഉയർത്തുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് ഭാരതം മറുപടി നൽകിയിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ദേവിക, നേരത്തെ നമുക്കറിയാവുന്നതാണ് 25% അധിക താരിഫ് ഭാരതത്തിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് ചുമത്തുകയും അതിനുശേഷം ഈ റഷ്യയുമായുള്ള എണ്ണ ഇടപാടിന്റെ ഒരു പെനാൽറ്റി എന്ന നിലയിൽ മറ്റൊരു തുകയും ചുമത്തും എന്നാണ് ട്രംപ് നിലപാടെടുത്തത്. 7-ാം തീയതി മുതൽ നടപ്പാക്കാനിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 7-ാം തീയതിക്കുള്ളിൽ ചർച്ചകൾക്കുള്ള സാധ്യതയുണ്ട് എന്നത് ഒരു വസ്തുതയായി നിലനിർത്തുന്നു. 7-ാം തീയതി മുതലാണ് നടപ്പാകുന്നതെങ്കിലും 1-ാം തീയതി മുതലുള്ള ആ മുൻകാല പ്രാബല്യം അതിനുണ്ടാകുമെന്നൊരു നിലപാട് കൂടിയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു നീക്കം ഭാരതത്തിന്റെ ഭാഗത്തു നിന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്, ഇത്തരത്തിലുള്ള ഒരു ഭീഷണിയും വിലവെക്കുന്ന പ്രശ്നമില്ല, അല്ലെങ്കിൽ അത് പരിഗണിക്കുകയോ അതിനുവേണ്ടി നിന്നുകൊടുക്കുകയോ ചെയ്യില്ല എന്ന നിലപാട് തന്നെയാണ് ഭാരതത്തിന്റെ ഭാഗത്തു നിന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഭാരതത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ ഭാരതത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ സാമ്പത്തികമായി കുറെ കൂടി കാര്യക്ഷമമായ രീതിയിൽ ലഭ്യമാക്കുന്നതിനുമാണ് എണ്ണ ഇറക്കുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏതേത് രാജ്യങ്ങളിൽ നിന്ന് തീരുമാനിക്കുന്നത്. അത്തരത്തിലുള്ള തീരുമാനങ്ങളെ മറ്റൊരു രാജ്യം സ്വാധീനിക്കുകയോ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ അന്താരാഷ്ട്ര നിലപാടുകളോ സ്വാധീനിക്കുകയോ ചെയ്യേണ്ടതില്ല എന്ന കൃത്യമായ നിലപാട് തന്നെയാണ് ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മറ്റൊരു സുപ്രധാന വിഷയം കൃത്യമായും ഭാരതം ഇക്കാര്യം തുറന്നു പറയുന്ന ഒരു നിലപാടിലേക്ക് പോയിരിക്കുന്നു എന്നതാണ്. നേരത്തെ കുറെ അവധാനതയോടുകൂടിയാണ് ഭാരതം ഇക്കാര്യത്തോട് പ്രതികരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിക്കുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും ശക്തമായ ഭാഷയിൽ, അതായത് രൺധീർ ജയ്സ്വാളിന്റെ എക്സ്പോസിൽ പറയുന്നത്, വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നത്, കാലങ്ങളായി ഈ അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും ഭാരതത്തെ ടാർഗറ്റ് ചെയ്യുന്നു. അത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. ഈ വിഷയങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിനും തയ്യാറാകില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റഷ്യയുടെ ഏതെങ്കിലും അമേരിക്കയുടെ ഏതെങ്കിലും സമ്മർദ്ദത്തിനോ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തിവെക്കുന്നതിനോ തയ്യാറാവില്ല എന്ന ഉറച്ച നിലപാട് തന്നെയാണ് ഇപ്പോൾ ഭാരതം അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഭാരതത്തെ ഇത്തരത്തിലുള്ള അതീവ ഗുരുതരമായ രീതിയിൽ നികുതികൾ ചുമത്തി ഭാരതത്തിന്റെ സാമ്പത്തിക രംഗത്തെ തകർക്കാമെന്നുള്ളൊരു നീക്കം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിൽ അത്തരത്തിലൊരു നീക്കത്തിനെ നിന്നുകൊടുക്കേണ്ടതില്ല, വഴങ്ങിക്കൊടുക്കേണ്ടതില്ല എന്ന് അറിയിക്കുന്നതോടൊപ്പം തന്നെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ സമ്പദ്ഘടനയിൽ അത് കാര്യമായ ചലനങ്ങളോ അല്ലെങ്കിൽ അത്രയ്ക്കും എന്തെങ്കിലും സ്വാധീനമോ ഉണ്ടാക്കില്ല എന്ന തിരിച്ചറിവ് കൂടിയാണ് ശക്തമായ നിലപാടിന് പിന്നിൽ ഭാരതത്തിന് ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമായി നിലനിൽക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, 0.2% GDP-യുടെ കുറവ് മാത്രമാണ് വരാനുള്ള സാധ്യത, അതും ദീർഘകാലത്തിനിടയ്ക്ക് എന്നാണ് സാമ്പത്തിക വിദഗ്ധരെല്ലാം തന്നെ ഈ താരിഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചൂണ്ടിക്കാട്ടിയത്. അതുപോലെ തന്നെ നിരവധിയായ വിഷയങ്ങളുണ്ട്. അതായത് ഭാരതത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഭാരതത്തിൽ തന്നെ സ്വദേശി ഉൽപ്പന്നങ്ങൾ കാര്യമായി ആശ്രയിക്കുന്നതിനുമുള്ള നീക്കങ്ങൾ നടത്താനും ഇതൊരു പ്രചോദനമാകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന അനുകൂല ഘടകം കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ശക്തമായൊരു നിലപാട് യൂറോപ്യൻ യൂണിയനും അമേരിക്കയ്ക്കുമെതിരെ ഭാരതം കൈക്കൊള്ളുന്നത്. അത് തീർച്ചയായും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന വിഷയത്തിലാണ് എന്നത് തന്നെയാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. ദേവിക.